ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂട്ടുകാരോട് ഒരു സോറി പറഞ്ഞിട്ട് വേണം ഇന്നത്തെ ക്ലാസ് തുടങ്ങാനായിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ശബ്ദം, അതായത് കുറച്ച് എരമ്പലുണ്ട്. അത് മഴയുടെ എരമ്പലാണ്, ഒരു രക്ഷയില്ല. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു. ഇന്നും ഇതേപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് ഒരു തോർച്ച കണ്ടത്. ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി ക്ലാസ് പെൻഡിങ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ എടുക്കാനുള്ള സമയം പോകും. അതുകൊണ്ടാണ് മഴയെ അവഗണിച്ചിട്ടായാലും ഞാൻ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ക്ലാസ് ഇടാൻ പറ്റാത്തത് ഈ മഴ കാരണമാണ്, റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് റെക്കോർഡ് ചെയ്തു. അപ്പോൾ കൂട്ടുകാർ, ഈ എരമ്പൽ നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹെഡ്ഫോൺ വെച്ചാൽ മതി. ഹെഡ്ഫോൺ വെക്കുമ്പം അത്രയ്ക്ക് പ്രശ്നം തോന്നുന്നില്ല. അങ്ങനെ ഹെഡ്ഫോൺ വെച്ച് ഒന്ന് ക്ലാസ് കേട്ടാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഹെഡ്ഫോൺ വെക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒന്നും മിസ്സാക്കി കളയരുത്. വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ബാക്കി ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഉപകാരപ്രദമായ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞത്. കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് കാണണം കേട്ടോ. നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സയൻസ് പെഡഗോജിയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ കൂട്ടുകാർ ആദ്യത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. കൂട്ടുകാരൊന്ന് കണ്ടു നോക്കാം. നന്നായിട്ട് പഠിക്കുക. സയൻസ് പെഡഗോജിയിലെ മാർക്ക് നഷ്ടമാക്കാതെ ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 26ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ചാർട്ട് ടു ഷോ ഫാഗോസൈറ്റോസിസ് ഈസ്. ഫാഗോസൈറ്റോസിസ് കാണിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ചാർട്ട്. ഓപ്ഷൻസ്: എ ഫ്ലോ ചാർട്ട്, ബി ടാബുലാർ ചാർട്ട്, സി ടൈം ലൈൻ ചാർട്ട്, ഡി ട്രീ ചാർട്ട്. ആൻസർ എ ഫ്ലോ ചാർട്ട്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ടെക്നിക്കൽ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ സയന്റിഫിക് ഇൻക്വയറി. ശാസ്ത്രീയ അന്വേഷണ രീതിയിൽ ഉൾപ്പെടുന്ന സാങ്കേതിക പ്രക്രിയ കണ്ടെത്തുക. ഓപ്ഷൻസ്: എ ഡിഡക്ഷൻ നിഗമനം, ബി ഇൻഡക്ഷൻ ആഗമനം, സി ഹൈപ്പോത്തസിസ് ഫോർമേഷൻ അനുമാന രൂപീകരണം, ഡി ഒബ്സർവേഷൻ നിരീക്ഷണം. ആൻസർ ഡി ഒബ്സർവേഷൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ മക്കോർമാക് ആൻഡ് യാഗേഴ്സ് ടാക്സോണമി ഓഫ് ഒബ്ജക്റ്റീവ് സയൻസ് എഡ്യൂക്കേഷൻ. മെക്കോമാർക്കും യാഗറും മുന്നോട്ട് വച്ച ശാസ്ത്രീയ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളുടെ വർഗീകരണത്തിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ ഇവാലുവേഷൻ വിലയിരുത്തൽ, ബി ആപ്ലിക്കേഷൻ പ്രയോഗം, സി നോളജ് അറിവ്, ഡി ആറ്റിറ്റ്യൂഡ് മനോഭാവം. ആൻസർ എ ഇവാലുവേഷൻ. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോൺസെൻട്രിക് കരിക്കുലം. ഏക കേന്ദ്ര രീതിയിലുള്ള പാഠ്യപദ്ധതി പരിഗണിക്കുമ്പോൾ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: എ ദ കണ്ടന്റ് ഈസ് സ്പ്രെഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. പല വർഷങ്ങളിലായി ഉള്ളടക്കം വ്യാപിച്ചിരിക്കുന്നു. ബി ദർ ഇസ് എ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ റിവിഷൻ ഓഫ് ടോപ്പിക്സ്. പാഠഭാഗങ്ങൾ ആവർത്തിച്ചു പഠിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു. സി കീപ്പിംഗ് ദ സബ്ജക്ട് ആസ് സെൻട്രൽ കോർ വൈഡനിങ് ഓഫ് എക്സ്പീരിയൻസ് ആർ പ്രൊവൈഡഡ്. വിഷയത്തെ കേന്ദ്രമാക്കി വച്ചുകൊണ്ട് കൂടുതൽ അനുഭവങ്ങൾ നൽകാൻ കഴിയുന്നു. ഡി കണ്ടിന്യൂറ്റി ഓഫ് ടോപ്പിക് കൺസേൺ ഈസ് നെവർ ബ്രോക്കൺ. പാഠങ്ങളുടെ തുടർച്ച ഒരിക്കലും മുറിയുന്നില്ല. ആൻസർ ഡി കണ്ടിന്യൂറ്റി ഓഫ് ടോപ്പിക് കൺസേൺ ഈസ് നെവർ ബ്രോക്കൺ. പാഠങ്ങളുടെ തുടർച്ച ഒരിക്കലും മുറിയുന്നില്ല. 29ാമത്തെ ക്വസ്റ്റ്യൻ. അസൈൻമെന്റ്സ് ആർ ദ കീ ഫീച്ചർ ഓഫ് ഡാഷ്. അസൈൻമെന്റുകൾ സവിശേഷതയായിട്ടുള്ളത്. ഓപ്ഷൻസ്: എ ഡാൾട്ടൺ പ്ലാൻ, ബി ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, സി ലബോറട്ടറി മെത്തേഡ്, ഡി ലെക്ചർ മെത്തേഡ്. ആൻസർ എ ഡാൾട്ടൺ പ്ലാൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ wrong പെയർ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻസ്: എ ക്രിട്ടിക്കൽ പെഡഗോജി പൗലോ ഫ്രയർ, ബി ഡാൾട്ടൺ പ്ലാൻ ഹെലൻ പാർക്കസ്, സി ഹ്യൂറിസ്റ്റിക് മെത്തേഡ് പ്രൊഫസർ ആദം സ്മിത്ത്, ഡി പ്രോജക്ട് മെത്തേഡ് ജോൺ ഡ്യൂയി.
ആൻസർ സി ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, പ്രൊഫസർ ആദം സ്മിത്ത്. 32ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പരിസര പഠനത്തിന്റെ വൈകാരിക അന്തരീക്ഷത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ സ്വതന്ത്രവും നിർഭയവുമായ അന്തരീക്ഷം, ബി ഓരോ പഠിതാവിനെയും പരിഗണിക്കൽ, സി പഠന ഉപകരണങ്ങളുടെ യഥേഷ്ടമുള്ള ഉപയോഗം, ഡി റഫറൻസ് സാമഗ്രികളുടെ ലഭ്യത. ആൻസർ ഡി റഫറൻസ് സാമഗ്രികളുടെ ലഭ്യത. 33ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചിങ് മാനുവലിലെ പ്രതിഫലനാത്മക കുറിപ്പുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ പ്രതിവാര SRG സബ്ജക്ട് കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുന്നു, ബി തുടർ ആസൂത്രണത്തിന് ദിശാബോധം നൽകുന്നു, സി ആശയങ്ങൾ, ധാരണകൾ എന്നിവ സ്വാംശീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നു, ഡി ടീമിലെ CE ക്രോഡീകരണത്തിന് ഉപയോഗിക്കുന്നു. ആൻസർ സി ആശയങ്ങൾ, ധാരണകൾ എന്നിവ സ്വാംശീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നു. 34ാമത്തെ ക്വസ്റ്റ്യൻ, EIA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻസ് എ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, ബി എൻവയോൺമെന്റൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, സി എൻവയോൺമെന്റൽ ഇന്റേണൽ ആക്ടിവിറ്റീസ്, ഡി എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആക്ടിവിറ്റീസ്. ആൻസർ എ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, പരിസര പഠനത്തിൽ ദത്തങ്ങൾ ശേഖരിക്കുന്നതിലും രേഖപ്പെടുത്തുന്നതിലും ഒരു കുട്ടി മികവ് പ്രദർശിപ്പിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മേഖലയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് വിലയിരുത്തുന്നത്? ഓപ്ഷൻസ് എ വിജ്ഞാന മേഖല, ബി മനോഭാവ മേഖല, സി പ്രക്രിയാശേഷി മേഖല, ഡി പ്രയോഗ മേഖല. ആൻസർ സി പ്രക്രിയാശേഷി മേഖല. 36ാമത്തെ ക്വസ്റ്റ്യൻ, 3ാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടി എന്തൊക്കെ പഠിച്ചു എന്നറിയാനായി ടീച്ചർ ഒരു പ്രവർത്തനം നൽകി. ഇത് വിലയിരുത്തലിന്റെ ഏത് തലമാണ്? ഓപ്ഷൻസ് എ പഠനത്തിനായുള്ള വിലയിരുത്തൽ, ബി പഠനത്തെ വിലയിരുത്തൽ, സി വിലയിരുത്തൽ തന്നെ പഠനം, ഡി പഠനം തന്നെ വിലയിരുത്തൽ. ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചിരിക്കാം. ആൻസർ ബി പഠനത്തെ വിലയിരുത്തൽ. 37ാമത്തെ ക്വസ്റ്റ്യൻ, 4ാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് അധ്യാപിക തയ്യാറാക്കിയ ഫോർമാറ്റിന്റെ ഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ആസൂത്രണത്തിന്റെ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രശ്നം, പ്രക്രിയ, ആശയം, പ്രക്രിയാശേഷികൾ, മൂല്യമനോഭാവങ്ങൾ, പ്രയോഗതലം, സർഗാത്മക തലം. ഓപ്ഷൻസ് എ യൂണിറ്റ് ആസൂത്രണം, ബി വാർഷിക ആസൂത്രണം, സി ദൈനംദിന ആസൂത്രണം, ഡി വിലയിരുത്തൽ. ആൻസർ എ യൂണിറ്റ് ആസൂത്രണം. 38ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അവകാശാധിഷ്ഠിത വിദ്യാഭ്യാസവുമായി ബന്ധമില്ലാത്ത മേഖല? ഓപ്ഷൻസ് എ മെന്ററിംഗ്, ബി പങ്കാളിത്തം, സി ലഭ്യത, ഡി സംരക്ഷണം. ആൻസർ എ മെന്ററിംഗ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായുള്ള പഠന പ്രക്രിയയുടെ വിലയിരുത്തലുമായി ബന്ധമില്ലാത്ത സൂചകമേത്? ഓപ്ഷൻസ് എ പ്രവർത്തനത്തിലെ പങ്കാളിത്തം, ബി സാമൂഹ്യ നിലവാരം, സി രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ തയ്യാറാക്കൽ, ഡി പ്രകടനം അല്ലെങ്കിൽ അവതരണം. ആൻസർ ബി സാമൂഹ്യ നിലവാരം. 40ാമത്തെ ക്വസ്റ്റ്യൻ, പരിസര പഠനത്തിൽ അന്വേഷണാത്മക പഠനത്തിന്റെ ഭാഗമായി കുട്ടികൾ ഗ്രൂപ്പുകളായി പരീക്ഷണ കുറിപ്പുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. ഇത് അന്വേഷണാത്മക പഠനത്തിന്റെ ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഓപ്ഷൻസ് എ എൻഗേജ്, ബി എക്സ്പ്ലെയിൻ, സി എക്സ്പ്ലോർ, ഡി എക്സ്റ്റെൻഡ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അപ്പം അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും?
ആൻസർ ബി എക്സ്പ്ലെയിൻ. 41ാമത്തെ ക്വസ്റ്റ്യൻ, വയലൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന പുസ്തകത്തിന്റെ കർത്താവ്? ഓപ്ഷൻസ് എ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ, ബി ചാൾസ് എൽട്ടൺ, സി വില്യം ഗൗഡ്, ഡി വന്ദന ശിവ. ആൻസർ ഡി വന്ദന ശിവ. 42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈജ്ഞാനിക മേഖലയിലെ വികാസം സംബന്ധിച്ച വിലയിരുത്തലുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ പഠന പ്രക്രിയ വിലയിരുത്തൽ, ബി സർഗാത്മക ശേഷി വിലയിരുത്തൽ, സി പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, ഡി ടേം വിലയിരുത്തൽ. ആൻസർ ബി സർഗാത്മക ശേഷി വിലയിരുത്തൽ. 43ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികൾ നേടിയിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻസ് എ വിമർശനാത്മക ചിന്ത, ബി തീരുമാനമെടുക്കൽ, സി പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, ഡി ആശയവിനിമയ ശേഷി. ആൻസർ സി പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. 44ാമത്തെ ക്വസ്റ്റ്യൻ, ബ്ലൂമിന്റെ ബോധന ഉദ്ദേശങ്ങളുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്ത മേഖലയാണ് ഡാഷ്? ഓപ്ഷൻസ് എ ശാരീരിക ചലനപര മേഖല, ബി വൈകാരിക മേഖല, സി വൈജ്ഞാനിക മേഖല, ഡി പ്രക്രിയ മേഖല. ആൻസർ ഡി പ്രക്രിയ മേഖല. 45ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സംഘബോധത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ സഹകരണ പഠനം, ബി മസ്തിഷ്ക പ്രക്ഷാളനം, സി ബസ് സെഷൻ, ഡി ഡാൽട്ടൺ പ്ലാൻ. ആൻസർ ഡി ഡാൽട്ടൺ പ്ലാൻ. 46ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണിന്റെ പകുതി മുറിച്ച മാതൃക ഉപയോഗിച്ച് അധ്യാപിക ഇന്ദ്രിയങ്ങൾ പഠിപ്പിക്കുന്നു. ഡെയിൽസിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് പ്രകാരം ഇത് പഠന ഉപകരണത്തിന്റെ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഓപ്ഷൻസ് എ കോൺട്രവേഴ്സ് എക്സ്പീരിയൻസ്, ബി ഡയറക്റ്റ് പർപ്പസ്ഫുൾ എക്സ്പീരിയൻസ്, സി ഡെമോൺസ്ട്രേഷൻ, ഡി വിഷ്വൽ സിംബൽസ്. ആൻസർ എ കോൺട്രവേഴ്സ് എക്സ്പീരിയൻസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. നമ്മൾ സയൻസ് പെഡഗോജി പഠിക്കുമ്പോൾ ഈ ഒരു സംഭവം എന്താണ്, അതായത് എഡ്ഗർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ എത്ര സ്റ്റെപ്പാണുള്ളതെന്നും നമ്മളൊന്ന് പഠിച്ചിരിക്കണം കേട്ടോ. നല്ല സിമ്പിളാണ്, അത് നമുക്ക് വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. എക്സാമിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എഡ്ഗർ ഡെയിൽസിന്റെ എന്താണ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. മിക്കപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 47ാമത്തെ ക്വസ്റ്റ്യൻ, വിഷയ നൈരന്തര്യം നിലനിർത്തുന്നതിനായി ഓരോ വർഷവും പാഠ്യവിഷയങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നതിനോടൊപ്പം അവ തമ്മിലുള്ള ബന്ധം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഡാഷ്? ഓപ്ഷൻസ് എ ഏക കേന്ദ്ര രീതി, ബി ടോപ്പിക് രീതി, സി സർപ്പള രീതി, ഡി പ്രകൃതി പഠനം. ആൻസർ സി സർപ്പള രീതി. 48ാമത്തെ ക്വസ്റ്റ്യൻ, പഠിതാവ് എല്ലാം സ്വയം കണ്ടെത്തണം. ഈ രീതി അവലംബിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻസ് എ ഹ്യൂറിസ്റ്റിക് രീതി, ബി പ്രോജക്റ്റ് രീതി, സി പ്രദർശന രീതി, ഡി പ്രസംഗ രീതി. ആൻസർ എ ഹ്യൂറിസ്റ്റിക് രീതി. 49ാമത്തെ ക്വസ്റ്റ്യൻ, ശാസ്ത്ര ദർശനങ്ങളിലുള്ള അടിസ്ഥാനപരമായ അറിവിനും ഗ്രഹണത്തിനും ഏറ്റവും അനുയോജ്യമായ പേര്? ഓപ്ഷൻസ് എ ശാസ്ത്രോൽപ്പന്നം, ബി ശാസ്ത്ര സാക്ഷരത, സി ശാസ്ത്ര അഭിമുഖ്യം, ഡി ശാസ്ത്രീയ പ്രവർത്തനം. ആൻസർ ബി ശാസ്ത്ര സാക്ഷരത. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 50ാമത്തെ ക്വസ്റ്റ്യൻ, അന്ധവിശ്വാസങ്ങളെ അവിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥിയിൽ വികസിതമായ ഗുണമാണ് ഡാഷ്? ഓപ്ഷൻസ് എ ശാസ്ത്രീയ താല്പര്യം, ബി ശാസ്ത്രീയ മനോഭാവം, സി ശാസ്ത്രീയ ആസ്വാദനം, ഡി ശാസ്ത്ര അവബോധം.
ആൻസർ ബി ശാസ്ത്രീയ മനോഭാവം. അപ്പോൾ ഇത്രയുമാണ് ക്ലാസ് 2-ൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.